ഹായ് എവരി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അടിപൊളി രണ്ട് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡിനെ പറ്റി പറഞ്ഞു അല്ലെ. സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഡേ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേയിൽ നമുക്ക് അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. അതായത് പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക്ഔട്ട് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് ഇതിന് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഓരോ ഈ ഇക്വിറ്റി ഇൻട്രാഡേയിൽ ഈ ഒന്ന് രണ്ട് ഇക്വിറ്റിയിൽ എക്സാമ്പിൾസ് എടുത്തിട്ട് രണ്ട് മൂന്ന് കമ്പനീസിൻ്റെ ഷെയർസ് എടുത്തിട്ട് അതിൽ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സാമ്പിൾസ് പ്രീവിയസ് ഡേയിലൊക്കെ ഇതെങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് കുറച്ച് ദിവസത്തിൻ്റെ നമുക്ക് എടുത്തിട്ട് ഇനി നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഒരു 80-90% വിന്നിങ് പ്രോബബിലിറ്റി ഉള്ള ഒരു സൂപ്പർബ് ആയിട്ടൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, വളരെ സിമ്പിളാണ് എന്നാൽ വളരെ പവർഫുൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് റിലയൻസിൻ്റെ ചാർട്ടാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റിലയൻസിൽ പഠിക്കാം, പിന്നെ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിലയൻസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ലൈൻസൊക്കെ ഞാൻ കളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിലയൻസിൻ്റെ ചാർട്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ചാർട്ടാണ്. ഇതിൽ നമുക്ക് ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ 5-ാം തീയതി മാർക്കറ്റ് ഇവിടെ ഓപ്പണായി, ഈ ഒരു റെഡ് ക്യാൻഡലിൽ ഓപ്പണായി താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറിപ്പോയി. ഇതാണ് 5-ാം തീയതി ഉണ്ടാക്കിയ ഹൈ. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് 5-ാം തീയതി ഉണ്ടാക്കിയ ലോയും മാർക്ക് ചെയ്തു. ഇതാണ് 5-ാം തീയതി ഉണ്ടാക്കിയ ലോ. ഓക്കെ, ഇനി നമ്മൾ 6-ാം തീയതിയും 7-ാം തീയതിയും സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് 8-ാം തീയതി മൺഡേയിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ഇവിടെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഇത് ബ്രേക്കായി മേലോട്ട് പോവുകയാണെങ്കിൽ അതൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷനായി കൺസിഡർ ചെയ്ത് നമുക്ക് ഇവിടെ നിന്നൊരു ലോങ് എൻട്രി എടുക്കാൻ പറ്റും. അതൊരു 80%ഓളം 80-90%ഓളം വിന്നിങ് ട്രേഡായിട്ട് വരും. ഓക്കെ, പിന്നീട് ഇതിപ്പോൾ ബ്രേക്കായി മേലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്കാവും. ഇത് ബ്രേക്കായി താഴോട്ട് വരാനുള്ള പ്രോബിലിറ്റി വളരെ ലോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ലോങ് എൻട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസും വെക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പ്രീവിയസ് ഡേയ്സിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതനുസരിച്ച് ട്രേഡ് എടുത്തതായിരുന്നെങ്കിൽ ഓക്കെ ആവോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ലോ ആണെങ്കിൽ, ലോ ബ്രേക്ക് ആവുകയാണെങ്കിൽ അതിനൊരു ഡൗൺ ട്രെൻഡ് കൺസിഡർ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് താഴോട്ടും ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മേലെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് ഈ ഒരു പ്രൈസിലൊക്കെ ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 80% സമയങ്ങളിലും ഇതൊന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു പോയിന്റിൽ റിടെസ്റ്റ് എടുത്തിട്ട് മേലോട്ട് കയറി പോകാനാണ് ചാൻസ് കൂടുതലും. അപ്പം നമുക്ക് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതുമാണ്. ഈ ഒരു സ്ട്രാറ്റജി ബേസിൽ, ഈ ഒരു സ്ട്രാറ്റജി മാത്രം ബേസ് ചെയ്തിട്ടല്ല ഞാൻ എൻട്രി എടുക്കുന്നത്. ഞാൻ എൻട്രി എടുക്കുമ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ആവുന്ന സമയത്ത് ഒരു അപ് ട്രെൻഡ് കൺഫർമേഷനും ഈ ഒരു ലോ ബ്രേക്ക് ആകുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് കൺഫർമേഷനും ഞാൻ എടുക്കാറുണ്ട്. ഇൻഡെക്സിൽ കേട്ടോ, ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് ഞാനിത് ഇൻഡെക്സിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ, ഇക്വിറ്റിയിലൊക്കെ ഇത് നല്ല രീതിക്ക് വർക്കാവുന്നതാണ്. അത് ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഡേയ്സിലൊക്കെ റിലയൻസ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ റിലയൻസിൽ നമുക്ക് 4-ാം തീയതി, ഓക്കെ, 4-ാം തീയതി നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് 5-ാം തീയതി അതിനനുസരിച്ച് ട്രേഡ് എടുത്തതായിരുന്നു എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, 4-ാം തീയതി എന്ന് പറയുമ്പോൾ ഓക്കെ, 4-ാം തീയതി ഇവിടെ മാർക്കറ്റ് ഓപ്പണായി, മാർക്കറ്റ് ക്ലോസ് ആയത് ഈ ഒരു റെഡ് ക്യാൻഡലിലാണ്. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡലിലാണ് ക്ലോസ് ആയത്. അതിൻ്റെ ലോ എന്ന് പറയുമ്പോൾ ഇതാണ് ലോ, സോറി, ഇത്
ഓക്കെ, അതാണ് ലോ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇവിടെ ഹൈ തന്നു, ഇവിടെ ലോ തന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് 5-ാം തീയതി ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 5-ാം തീയതി മാർക്കറ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പണായി, എന്നിട്ട് താഴോട്ട് വന്നു. അടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പണായി, എന്നിട്ട് താഴോട്ട് വന്നു. തിരിച്ചപ്പം തന്നെ കയറി. കാരണം ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്തു. ഇത് മേലോട്ട് കയറി, ഇത് ബ്രേക്കായി. ഇത് ബ്രേക്കായിട്ട് ഒരു സൈഡ് വേസ് പോയിട്ട് എന്ത് സംഭവിച്ചു? നല്ലൊരു മേലേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നു. ശരിയല്ലേ? നമ്മുടെ സ്ട്രാറ്റജി അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്കായി നല്ലൊരു അപ്പ് മൂവ് മേലേക്ക് തന്നു. ചെറിയൊരു നല്ല അത്യാവശ്യം നല്ലൊരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഈ ലെവൽ ബ്രേക്കായി ഇത് താഴോട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ദിവസം നോക്കാം. ഇതിപ്പോൾ 3-ാം തീയതി നമ്മൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ട് 4-ാം തീയതി ട്രേഡ് എടുത്തതായിരുന്നെങ്കിൽ എന്താവും നോക്കാം. 3-ാം തീയതിത്തെ ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ വരും. 3-ാം തീയതി ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ വരും. ഓക്കെ, 3-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ആയത് ഇവിടെയാണ്, ഓപ്പൺ ആയത് ഇവിടെയാണ്. ഉണ്ടാക്കിയ ഹൈ ഇവിടെ, ലോ ഇവിടെ. ഓക്കെ, അപ്പോൾ 4-ാം തീയതി മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓപ്പൺ ആയത്. യാതൊരുവിധ ബ്രേക്ക് ഔട്ട്സും നമുക്ക് ഇവിടെ പ്രീവിയസ് ഡേ ഹൈയിലും ലോയിലും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് എൻട്രി ഇല്ല. കറക്റ്റ് അല്ലേ? ഇനി അത് തന്നെ 2-ാം തീയതി നമുക്ക് നോക്കാം. 2-ാം തീയതിത്തെ ലോ മാർക്കറ്റ് 2-ാം തീയതി ഇവിടെ ഓപ്പണായി, ഇവിടെ ക്ലോസ് ആയി. ഈ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയി. അപ്പോൾ ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ് ഉണ്ടാക്കിയ ഹൈ, ഇതാണ് ലോ. ഓക്കെ, 2-ാം തീയതി മാർക്കറ്റ് ഇവിടെ ഓപ്പണായി, ഇവിടെ ക്ലോസ് ആയി. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 3-ാം തീയതി എന്ത് സംഭവിച്ചു? 3-ാം തീയതി നമ്മൾ ഇതേ സ്ട്രാറ്റജി പ്രകാരം എൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ആയി, മേലോട്ട് കയറി. പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ആയില്ല, താഴോട്ട് വന്നു. എന്നിട്ട് താഴോട്ട് നല്ല രീതിക്ക് ഇറങ്ങി വന്നിട്ട് റിടെസ്റ്റ് ചെയ്തു, ഫോളോ വന്നു. കറക്റ്റ് അല്ലേ? നമ്മുടെ സ്ട്രാറ്റജി ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട് അല്ലേ? അപ്പം ഇത് നമുക്ക് ചില ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് ചെയ്തിട്ട് നമുക്കൊരു പ്രോപ്പർ എൻട്രി തരാതിരിക്കും. പക്ഷേ സപ്പോസ് ഇത് ബ്രേക്ക് ഔട്ട് തന്ന എൻട്രി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതുവരെ നോക്കിയ എക്സാമ്പിളിലെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ശരിയല്ല? ഒരെണ്ണത്തിൽ പോലും വർക്കൗട്ട് ആവാതിരുന്നിട്ടില്ല. നമ്മൾ ആ ഒരു 4-5 എക്സാമ്പിളെ നോക്കിയിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ പോയി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിപ്പോൾ 1-ാം തീയതി, ഓക്കെ, ജൂലൈ 1-ാം തീയതി നമ്മൾ മാർക്ക് ചെയ്താണെങ്കിൽ 2-ാം തീയതി അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ജൂലൈ 1-ാം തീയതി ഉണ്ടാക്കിയ ലോ എന്ന് പറയുന്നത് ഇതാണ്, ഹൈ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ജൂലൈ 1-ാം തീയതി മാർക്കറ്റ് ഇവിടെ ഓപ്പണായി, ഇവിടെയാണ് ക്ലോസ് ആയത്. 2-ാം തീയതി ഈ ഒരു റേഞ്ച് വിട്ട് പുറത്ത് പോയിട്ടില്ല. ഓക്കെ, ഈ ഒരു റേഞ്ച് വിട്ട് പുറത്തായിട്ടില്ല. ഇനി നമുക്ക് 28-ാം തീയതി ഇത് നോക്കാം. ജൂൺ 28. ഓക്കെ, ജൂൺ 28 നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ജൂലൈ 1-ാം തീയതി നമ്മൾ ട്രേഡ് എടുത്തതായിരുന്നെങ്കിൽ എന്ത് പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ ജൂലൈ എന്ന് പറയുമ്പോൾ ഓക്കെ, ജൂൺ 28 മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പണായി, ഇവിടെ ക്ലോസ് ആയി. നമുക്കൊരു പ്രോപ്പർ എൻട്രി തന്നിട്ടില്ല. ശരിയല്ലേ? പ്രോപ്പർ എൻട്രി തന്നിട്ടില്ല. ഇതാണ് ജൂലൈ 1. ഇവിടെ ഇത് ഹൈയും ഇത് ലോയും. നമുക്ക് പ്രോപ്പർ ഒരു എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ഇതുവരെ തന്നതിൽ ഫുള്ള് നമുക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ശരിയല്ലേ? 27-ാം തീയതി നോക്കാം. 27-ാം തീയതി ഉണ്ടാക്കിയ ഹൈ ഇതാണ്. 27-ാം തീയതി ഉണ്ടാക്കിയ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, മാർക്കറ്റ് ഈ റെഡ് ക്യാൻഡിൽ ഓപ്പൺ ആയി, ഉണ്ടാക്കിയ ഹൈ ഇതാണ്. എന്നിട്ട് 28-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയി. ഇത് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ. ഓക്കെ, അതുമായിട്ട് നമുക്ക് ഒരു കമ്പയർ അല്ല, അതിനൊരു എക്സാമ്പിൾ ആക്കി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്യാപ്പ് അപ്പ് തരികയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്.
ഇവിടെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ തന്നു, പക്ഷേ റേഞ്ച് വിട്ട് പുറത്തു പോയിട്ടില്ല. ഓക്കെ, എന്നിട്ട് നല്ലൊരു ക്യാൻഡിൽ മേലോട്ട് വന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി ഇല്ല. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിട്ടെസ്റ്റിൽ തന്നെ അവിടെ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത റെഡ് ക്യാൻഡിൽ വന്നു, നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റില്ലേ, എന്നിട്ട് മേലോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് എവിടം വരെ ട്രേഡ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് എവിടെ വെക്കാന്നുള്ളത് അത് ലെവൽസ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പിവറ്റ്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ലെവൽസ് മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ലെവൽസ് മാർക്ക് ചെയ്യുന്ന വീഡിയോ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെവൽസ് മാർക്ക് ചെയ്യാൻ അറിയാത്തവർ അതൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ്സ് എങ്ങനെ വെക്കണമെന്ന് ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതിപ്പോൾ റിലയൻസിൽ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട്. SBIയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഇപ്പോൾ റിലയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിലയൻസ് 5-ാം തീയതി ഉണ്ടാക്കിയ മൂവ്മെൻ്റ് ആണ് ഇത്. ഇതിൽ റിലയൻസ് അല്ല, SBI ഉണ്ടാക്കിയ ഹൈ അതാണ്. ആ 861 ഹൈയും ഉണ്ടാക്കിയ ലോ എന്ന് പറയുന്നത് 837. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇനി മൺഡേ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഷുവറായിട്ടും ഒരു ലോങ് എൻട്രി എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഡേ വെച്ചിട്ട് 4-ാം തീയതിയുടെ മൂവ്മെൻറ്റ് വെച്ചിട്ട് 5-ാം തീയതി ട്രേഡ് എടുത്തതായിരുന്നെങ്കിൽ എന്ന് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുക നോക്കാം. ഇത് ഞാൻ ഒരുപാട് പഴയ എക്സാമ്പിൾസ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. നമ്മൾ ഈ അടുത്ത് ഉണ്ടായത് ഒരു 1 വീക്ക് പിന്നിലോട്ടേ പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 4-ാം തീയതി ഉണ്ടാക്കിയ ഹൈ ഇതാണ്, ലോ ഇതാണ്. ഓക്കെ, ലോ ബ്രേക്ക് ആയിട്ടില്ല, ഹൈ ബ്രേക്കായി. എന്ത് സംഭവിച്ചു? മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ് തന്നു, ശരിയല്ല? ഏകദേശം 845 ടു 864 ഹൈ തന്നു. ഓക്കെ, 864-61 ഹൈ. ഓക്കെ, നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ അവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബ്രേക്ക് ഔട്ട്, ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കണ്ട, കുഴപ്പമില്ല. അതായത് നല്ലൊരു മൂവ്മെൻ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അത് റിട്ടെസ്റ്റ് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? പെട്ടെന്നായിരുന്നു ബ്രേക്ക് ഔട്ട് അല്ലേ, നമുക്കിത് ചാടി കയറി എൻട്രി എടുക്കണ്ട. ഓക്കെ, ഇതൊരു റിട്ടെസ്റ്റ് തരും. ഈ റിട്ടെസ്റ്റാണിത്. 80% സമയങ്ങളിലും ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഔട്ടിൽ നമുക്കൊരു പ്രോപ്പർ എൻട്രി തന്നിട്ടില്ലെങ്കിൽ അത് തിരിച്ച് താഴേക്ക് വരും. ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്നൊരു എൻട്രി പോസിബിൾ ആണോ? ക്യാൻഡിൽ പെട്ടെന്നാണ് മേലോട്ട് പോയത് അല്ലേ, ഒരു 4-5 പോയിന്റ്സ് പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് താഴെ വന്ന് ഈ ഒരു പോയിന്റിൽ റിട്ടെസ്റ്റ് തരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. മിനിമം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ നിന്ന് മേലോട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് 4-ാം തീയതിയുടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ 5-ാം തീയതി ട്രേഡ് എടുത്ത കാര്യമാണ്. ഇനി നമുക്ക് 3-ാം തീയതി മാർക്ക് ചെയ്തിട്ട് 4-ാം തീയതി ട്രേഡ് എടുത്തതായിരുന്നെങ്കിൽ നമുക്ക് നോക്കാം. 3-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിലാണ് ലോ മാർക്ക് ചെയ്തു 4-ാം തീയതി. ഓക്കെ, 3-ാം തീയതി ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് SBI തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എൻട്രി ഇല്ല. ഓക്കെ, സംഭവം സൈഡ് വേസ് ആണ് പോയിട്ടുള്ളത്, ഒരു പ്രോപ്പർ എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് 2-ാം തീയതി നോക്കാം. 2-ാം തീയതി ഉണ്ടാക്കിയ ഹൈ ഇതാണ്, 2-ാം തീയതി ഉണ്ടാക്കിയ ലോ ഇതാണ്. 3-ാം തീയതി ഇതിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയി, ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു എൻട്രി ഇല്ല. അപ്പോൾ നമുക്കത് വിടാം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, 1-ാം തീയതി നോക്കാം കേട്ടോ. 1-ാം തീയതി മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി, ഈ ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പൺ ആയി. ഇത് തന്നെയാണ് 1-ാം തീയതിത്തെ ഹൈ. ഇനി ലോ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് ലോ. ഓക്കെ, 1-ാം തീയതിത്തെ ഹൈയും 1-ാം തീയതിത്തെ ലോയും. 2-ാം തീയതി മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയി, ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. എന്ത് സംഭവിച്ചു? 23 വരെ 14
ബ്രേക്ക് ആയിട്ട് 17 പോയിന്റ്സ് ഡൗൺ ആയി. ഓക്കെ, ഡേ ട്രേഡേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസിൽ ഒന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 10 സ്റ്റോക്ക് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അതിലൊരു 3-4 എണ്ണം ഇതുപോലെ ബ്രേക്ക് ഔട്ട് തരും. അപ്പോൾ അതിൽ ഒരൊറ്റ സ്റ്റോക്കിൽ നിങ്ങൾ ട്രേഡ് എടുത്താൽ മതിയോ, നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ സെയിം സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുക. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് വെച്ചിട്ട് നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുക. നിങ്ങൾ ആ 10 ട്രേഡിലൊരു ഒരു 6 ട്രേഡ്സ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മതിയാവും. ഇപ്പം നമുക്ക് വിന്നിങ് പ്രോബിലിറ്റി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിയ എക്സാമ്പിൾസ് ഫുള്ള് വർക്കൗട്ട് ആയിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ച എക്സാമ്പിൾസ് ഇനി എനിക്ക് ഒരുപാട് കാണിക്കാൻ വേണ്ടി പറ്റും, പക്ഷേ നമുക്ക് വീഡിയോ പിന്നെയും ലെങ്തി ആയി പോകും. ഇതിന് മുൻപത്തെ ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. 28-ാം തീയതി, ഓക്കെ, 28-ാം തീയതി ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇവിടെയാണ്, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. 28-ാം തീയതി ഉണ്ടാക്കിയ ലോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ്. ഇവിടെ ഓപ്പണായി മാർക്കറ്റ് 28-ാം തീയതി ഇവിടെ ഓപ്പണായി. ഇതാണ് ഉണ്ടാക്കിയ ഹൈ. ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തതായിരുന്നെങ്കിൽ കണ്ടോ, കൺസോൾട്ടേഷൻ സൈഡ് വേസ് പോയി. ആ ദിവസം മൊത്തം സൈഡ് വേസ് ആയിരുന്നു. അപ്പോഴും ഇപ്പം നമ്മൾ ഇത്രയും എക്സാമ്പിൾസ് നോക്കിയിട്ട് ഒരെണ്ണമാണ് ഇതേപോലെ പോയിരിക്കുന്നത്. ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റ് ആവില്ല, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റ്സ് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഓക്കെ, ചെറിയ എന്തെങ്കിലും പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങേണ്ടി വരും. അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത രീതിയിൽ, അപ്പോഴും ലോസ് ഇല്ലാതെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്. അതുകൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 27-ാം തീയതി, ഓക്കെ, 27-ാം തീയതി ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതന്നെ, ഇതാണ് 27-ാം തീയതി ഉണ്ടാക്കിയ ഹൈ. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി. ഇതാണ് ഉണ്ടാക്കിയ ലോ. ഓക്കെ, ആ ലോയൊന്ന് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് 27-ാം തീയതി ഉണ്ടാക്കിയ ലോ. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി. ഇവിടെയാണ് സോറി, ഇവിടെയാണ് ക്ലോസ് ആയത്. 28-ാം തീയതി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓപ്പൺ ആയത്. ശരിയല്ലേ? ഇവിടെയാണ് ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ആയത്. ബ്രേക്ക് ഔട്ട് വന്നു, പെട്ടെന്നുള്ള ബ്രേക്ക് ഔട്ട് ആയിരുന്നു. റിടെസ്റ്റ് തന്നു അല്ലേ? റിടെസ്റ്റ് തന്നിട്ട് പിന്നീട് എന്താ ഉണ്ടായ, ഹ്യൂജ് ആയിട്ട് നല്ലൊരു മൂവ്മെന്റ് തന്നെ മേലോട്ട് തന്നു. ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 850 എൻട്രി എടുക്കാൻ പറ്റിയതാണെങ്കിൽ കൂടി, ഓക്കെ, നമുക്ക് 860 വരെ, അല്ലെങ്കിൽ 863, 10-13 പോയിന്റ്സിന്റെ മൂവ്മെന്റ്, 10-15 പോയിന്റ്സിന്റെ മൂവ്മെന്റോ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രോപ്പർ എൻട്രി, ഒരു പ്രോപ്പർ എക്സിറ്റ്. ഇവിടെ ഞാൻ ലെവൽസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഞാൻ ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ലെവൽസ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാർഗറ്റും കാര്യങ്ങളും വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി, പ്രീവിയസ് ഡേ ഹൈ ലോ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി. ഏതൊരു ബിഗിനർക്കും ഈസി ആയിട്ട് ബേസിക് നോളേജ് വെച്ചിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ സ്റ്റോക്ക് സെലക്ഷനിൽ പറഞ്ഞതുപോലെ ഗെയിനേഴ്സും ലൂസേഴ്സൊക്കെ എടുത്തിട്ട് അതിലെ സ്റ്റോക്ക് വെച്ചിട്ട് ഗെയിനേഴ്സിൽ ഒരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ ലൂസേഴ്സിൽ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ആകുമ്പോൾ ആ ഒരു എൻട്രിയൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹൈ വിന്നിങ് പ്രോബിലിറ്റി ഉള്ള ട്രേഡ്സ് എടുത്തു പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഇത്രയും റിലയൻസിലും SBIയിലൊക്കെ കാണിച്ച എക്സാമ്പിൾസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറേ സ്ഥലത്തൊന്നും, അതായത് കുറേ സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 എണ്ണം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 4 സ്ഥലത്ത് എൻട്രി തന്നിട്ടുണ്ടാവില്ല അല്ലേ? ബാക്കിയുള്ള ഒരു 6 സ്ഥലത്ത് എൻട്രി തന്നിട്ടുണ്ട്. ആ എൻട്രി തന്നത് അതിൽ ഒരെണ്ണം മാത്രമേ SBIയിൽ സൈഡ് വേസ് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നല്ല മൂവ്മെന്റ്സ് തന്നെ തന്നിട്ടുണ്ട്. ശരിയല്ലേ? നല്ല മൂവ്മെന്റ്സ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിന്നിങ് പ്രോബബിലിറ്റി ഹൈ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇനി പ്രോപ്പർ ഒരു എൻട്രി എക്സിറ്റും കൂടിയാണ് ആവശ്യം.
ഈ എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൂടി നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള ലെവൽസ് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ പിവറ്റ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിവറ്റ്സ് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ടാർഗറ്റ് വെച്ച് നിങ്ങൾക്ക് നല്ല നല്ല ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒരു 10 സ്റ്റോക്ക് ഇപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പ്രീവിയസ് ഡേ ഹൈയും ലോയും ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ട്രേഡ് ചെയ്ത് പോകുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള 10 സ്റ്റോക്കും അങ്ങനെ ട്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിലൊരു 2-3 മിനിമം നിങ്ങൾക്കൊരു ബ്രേക്ക് ഔട്ട് തന്നിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല നല്ല വിന്നിംഗ് പ്രോബിലിറ്റീസ് വരുന്ന ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്ത് ടാർഗറ്റ്സ് എങ്ങനെ വെക്കണം എന്നുള്ള കാര്യത്തിൽ ഡൗട്ട്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മതി. സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർ അത് കാണുക. പിന്നെ സ്റ്റോക്ക് സെലക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരാണെങ്കിൽ പ്രീവിയസ് വീഡിയോ തൊട്ട് മുൻപിട്ട വീഡിയോ വാച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ട്രേഡ്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു 4 പോയിന്റ്സ് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ, എൻട്രി എടുക്കുമ്പോഴും എക്സിറ്റ് എടുക്കുമ്പോഴും ടാർഗറ്റ് വയ്ക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളൊരു പൊസിഷൻ ക്യാരി ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഒരു 4 പോയിന്റ്സ് മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഓക്കെ, തെറ്റായ തീരുമാനങ്ങൾ ഒരിക്കലും മാർക്കറ്റിൽ എടുത്തുകൂടെ. അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ ബൈ.